بسم الله الرحمن الرحيم من انقطعت يده فجاء إليه صلى الله عليه وسلم فطفر فيها وألصقها. കൈ മുറിഞ്ഞു. അയാൾ നബിന്റെ അടുത്ത് വന്നു, വിഷയങ്ങൾ പറഞ്ഞു. അത് കണ്ട നബി അതിൽ തുപ്പി പൊട്ടിച്ചെടുത്തു. ഇങ്ങനെയാണ് ഹെഡിങ് ഈ വിഷയം. وبالإسناد إلى أبي بكر البيهقي أخبرنا أبو عبد الرحمن السلمي എന്ന് പറഞ്ഞ മഹാനത്തൊട്ടുള്ള ആ നിവേദനത്തിൽ അങ്ങനെ പോന്നിട്ട് അൻ ജദ്ദി റളിയല്ലാഹു അൻഹു ഖാല ആൻ പറയുകയാണ് അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഇബ്ൻ അബ്ദുറഹ്മാൻ ഇബ്നു ഖുബൈബ്, ആ ഖുബൈബ് ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു ഖുബൈബ് എന്നവർ ഉപപിതാവായ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട്, അബ്ദുറഹ്മാൻ എന്നവര് ഉപര വല്യപ്പയാണ്. ആരെ? ഖുബൈബിന്റെ വല്യാപ്പയാണ്. ആര്? ഖുബൈബ്. ആ ഖുബൈബ് പറയുകയാണ് അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിന്റെ അടുത്ത് ഞാൻ ചെന്നു. അനാ വറജുലുൻ മിൻ ഖൗമി ബിബഅദി മഗാസിഹി, ഞാനും ഒരാളും, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളും ഞാനും ചെന്നു. നബിയുടെ ചില യുദ്ധങ്ങളിലാണ് ചെല്ലുന്നത്. ഫഖൽന, അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, ഇന്നാ നസ്തഖി മഅക മഷ്ഹദൻ, യുദ്ധം ചെയ്യുന്ന സ്ഥാനത്ത് അങ്ങയുടെ കൂടെ ഞങ്ങൾ വരാൻ ആശിക്കുന്നുണ്ട് എന്ന്. അപ്പൊ കാല, നബിതങ്ങൾ ചോദിച്ചു, അസ്ലംതും, നിങ്ങൾക്ക് മുസ്ലിമായിട്ടുണ്ടോ ചോദിച്ചു. ഖുൽന അല്ല, നിങ്ങൾ മുസ്ലിമായിട്ടില്ലായിരുന്നു. കാല, അപ്പൊ പറഞ്ഞു, മുശ്രിക്കുകളോടാണ് ഇപ്പൊ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ആ മുശ്രിക്കുകൾക്ക് എതിരിൽ മുശ്രിക്കുകളെ കൊണ്ട് ഞങ്ങൾ സഹായം തേടാൻ പോകുന്നില്ല എന്നതാണ്. കാല, പിന്നെ ഞാൻ പറയാം അസ്ലാംത്തു, ഞാൻ മുസ്ലിമായി. അപ്പൊ അന്ന് മുസ്ലിം അല്ലാത്തതുകൊണ്ട് ഇത് പങ്കെടുപ്പിച്ചില്ല. പിന്നെ ഞാൻ മുസ്ലിമായി. അപ്പൊ ഷഹിത്തുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോടുകൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ അസാബത്തിന് ഗർഭത്തിന് ആറ്റീഫ ഖാനത്തിന്, അപ്പൊ എനിക്കൊരു വെട്ട് കിട്ടി, പെരടിക്ക കിട്ടിയ വെട്ട്. അതാകെ എന്നെ വിഷമത്തിലാക്കി. അങ്ങനെ എന്റെ കൈ എന്തായി? പ്രയാസപ്പെട്ടു. ഫാത്തിഹ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. അപ്പൊ തഫല ബീഹ, അങ്ങനെ കൈയൊക്കെ നാശാക്കി വെട്ട് കിട്ടിയില്ലേ, ആ വെട്ട് കിട്ടിയ ഭാഗത്തിൽ അത് തുപ്പി എന്നിട്ട് ആ ഭാഗം ഒന്ന് കൂട്ടി ചേർത്ത് തന്നു. അങ്ങനെ ഫൽത്താമത്വ മര്യാദ എന്തായി? ആ മുറി കൂടുകയും ചെയ്തു, സുഖമാവുകയും ചെയ്തു. അങ്ങനെ വാക്കാത്തത്തിൻ്റെ ഈ വറബനി, എന്നെ വെട്ടാളെ പോയിട്ട് വെട്ടുകയും ചെയ്തു, കൊന്നു കളഞ്ഞു. നോക്കൂ, ആ കൈ നാശമായി, പെരടി കിട്ടിയ വെട്ട ആൾക്ക് കഴിഞ്ഞു. ആ മുറി പോയി നബി തുപ്പി കൊടുത്തു, അവിടെ ഒട്ടിച്ചൊന്നും ചെയ്തു, സുഖമായി. അത് ബർക്കത്തല്ലേ. പിന്നെ അദ്ദേഹം പറയുന്നു, തുമ്മ തസവ്വജ്തു ബിനത്തല്ലദീ ലറബതുഹു വഖതൽതുഹു, എന്നെ വെട്ടിയ ആളുണ്ടായിരുന്നല്ലോ, അയാളെ വെട്ടിയ കൊന്നല്ല. പിന്നെ അയാൾക്കൊരു മോളുണ്ടായിരുന്നു, ആ മോളെ ഞാൻ കല്യാണം കഴിച്ചു. വഹദ്ദഹതിനി, അങ്ങനെ അവൾ എന്നോട് പറയാണ്, ഫകാനത് തഖൂലു ലാ അജിംതു റജുലൻ വസ്ഹക ഹാദൽ വിശാ, അത് പറയാണ്, ഞാൻ പറയുമായിരുന്നു, ഞാൻ ഒരാളെ ഇല്ലാതെയാക്കൂല, ഞാൻ ഒരാളെ ഇല്ലാതെയാക്കൂല. ഈ അറപ്പെട്ട അണയിച്ച ആളുണ്ടല്ലോ, അങ്ങനത്തെ ഒരാളെ ഇല്ലാതെയാക്കൂല. അപ്പൊ വാക്കൂല, ഞാൻ പറഞ്ഞു, ലാജിം തി റജുലൻ, ഒരാളെ ഞാൻ ഇല്ലാതെയാക്കൂല. അജ്ജല അബാക്കി ഇരന്നാൽ, നരകത്തിലേക്ക് നിന്റെ പിതാവിനെ ഉടർപ്പിച്ചല്ലോ. അങ്ങനെ ആരാണ് ഉടർപ്പിച്ചത്? അങ്ങനത്തെ ഒരാളെ ഞാൻ എന്താക്കൂല, ഇല്ലാതെയാക്കിയിട്ടില്ല. അങ്ങനെ ആ കഥ പറഞ്ഞു. നമുക്കൊരു വിഷയം അതല്ലല്ലോ കിട്ടേണ്ടത്, കൈ മുറിഞ്ഞ കഥയാണ് റെഡിയായി. ഇനി വേറെ ഓരോ കഥ അബൂജഹൽ യൗമ ബദർ, ബദർ ദിനത്തിൽ അബൂജഹൽ മുറിച്ചു. ആരെ? യദ മുഅവ്വിദ് ബിൻ അഫ്റാ, മുഅവ്വിദ് ബിൻ അഫ്റാ തങ്ങളെ കൈയാണ് വെട്ടി മുറിച്ചു. ഫജാഅ യഹ്മിൽ യദഹു, അങ്ങനെ നബിന്റെ അടുത്തേക്ക് ആ കൈയും ചുമന്നുകൊണ്ട്, മുറിക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ എടുത്തുകൊണ്ട് ആര് വന്നു? മുഅവ്വിദ് റളിയല്ലാഹു തആല അൻഹു നബിന്റെ അടുത്തേക്ക് വന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുറിക്കപ്പെട്ട കൈയിന്റെ മുകളിൽ തുപ്പി. അൽസഖഹ ആ കൈയിനെ കൂട്ടിച്ചേർത്തു. ലസഖത്ത് ആ കൈ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. ഇതൊക്കെയാണ് നബിതങ്ങളുടെ മഹാ അത്ഭുതങ്ങൾ. നബിതങ്ങളെ കൊണ്ട് സഹായം കിട്ടി മുറിച്ച കൈയൊക്കെ കൂട്ടാൻ കഴിയും. അവിടുത്തെ തുപ്പുനീര് മതി. ഒബിൽ ഇസ്നാദിൽ മുതഖദ്ദിമി മുമ്പ് പറഞ്ഞ ഇസ്നാദ് പ്രകാരം വെച്ചിട്ട് പോന്നാലും അഖ്ബർന അബൂബക്കർ ഫാരിസി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അൻ ജദ്ദി അബ്ദുറഹ്മാൻ അൻ അബീഹി റളിയല്ലാഹു അൻഹു ഖാല അബ്ദുറഹ്മാൻ എന്നവർ പറയാണ്, അബ്ദുറഹ്മാൻ എന്നവരുടെ പിതാവ് പറയാം, അതേത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിന്റെ അടുത്ത് ചെന്നു. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു മുഴ വന്നിരുന്നു. ആദത്തിനി നോക്കി നബി എന്റെ കയ്യിലുള്ള ഒരു മുഴ, ഈ മുഴ കാരണമായിട്ട് എനിക്ക് എന്താണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ആകെ വിഷമുണ്ട് കാരണം. തഹൂല് ബൈനി ബൈന ഖായിമി സൈഫി അൻ അഖ്ബല അലൈഹി വഇനാറത് ദാബത്തി ഞാൻ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ കടിഞ്ഞാണം പിടിച്ചാൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഒരു വാളെടുത്താൽ ആ വാളെടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു മുഴ വന്നിട്ടുണ്ട് കയ്യിൽ, ആ മുഴ പോണം. അങ്ങനെ കാല അപ്പോ നബിതങ്ങൾ പറയാണ്, പുതുൻ മിന്നി നീ എന്റെ അടുത്തേക്ക് വാ. അങ്ങനെ പതനൗത്ത് മിന്നു ഞാൻ അടുത്തേക്ക് ചെന്നു. ഇപ്പൊ കാല അവ നബിതങ്ങൾ പറയാം, ഇത്തേക്ക് അപ്പക്ക എന്റെ മുൻകൈ തുറന്നതാണ്. ഇപ്പൊ പതാത്തുക ഞാനെ തുറന്നു കൊടുത്തു. അപ്പൊ നഫസഫി കത്തി നബിതങ്ങൾ എന്റെ മുൻകൈയിലേക്ക് നൂരി. അപ്പൊ വന്നാ കപ്പോര സ്ഥലത്തി ആ മഴയുടെ മേലില് നബിതങ്ങൾ അവിടുത്തെ കൈ വെക്കുകയും ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുകഫ് കൊണ്ട് ഇങ്ങനെ അതിനെങ്ങനെ എന്താക്കി പൊടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പൊടിച്ചുകൊണ്ടായപ്പോ അതിന് പോയി, പിന്നെ കയ്യുമുണ്ടായിട്ടില്ല. അമാതിരി അതിനെ അസറുക ആ ഉണ്ടായ പാടുപോലും എനിക്ക് അറിയാൻ കഴിയൂല. ആ നിലക്ക് ആ കൈ സുഖമാക്കി തന്നു നബി. ഇത് നബി തങ്ങളെ കൊണ്ട് ഇടതേടിവ് കിട്ടിയതാണ്. ഒബിഹി അതേ ഇസ്നാദ് പറയട്ടെ, അഖ്ബർന അബൂബക്കർ മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ആ റിപ്പോർട്ടിങ് ഇങ്ങനെ പോന്നിട്ട് എവിടെ എത്തുന്നറിയോ? മുഹമ്മദ് ബിൻ ഹാറ്റിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ എത്തുക. അപ്പോൾ ഇവര് പറയുന്നു, വഖഅതു അലാ യദി അൽ ഖിദറു എന്റെ കയ്യിന്റെ മേലിൽ ഇതൊരു ചട്ടി എന്തായി വീണു. ഫഹതറഖത്ത് അങ്ങനെ കൈ ആകെ പൊള്ളി. പന്തലക്കത്ത് ബി ഉമ്മി ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എന്നെയും കൂട്ടി പോയി. ഫജഅല യത്ഫുലു അലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂൽ അയ്മ നബി തങ്ങൾ തുപ്പി. എന്നിട്ട് നബി പറയാ, അദ്ഹിബിൽ ബഇസ റബ്ബൻ നാസ് അല്ലാഹു തആല ആ വിഷമം പോക്കി കളയട്ടെ എന്ന് പറഞ്ഞു. വാഹിസബഹു നബിനെ പറ്റി വിചാരിക്കുന്നു. കാല നബി പറഞ്ഞത് വഷ്ഫി അന്ത ഷാഫി എന്ന് കൂടി പറഞ്ഞോ എന്നൊരു ധാരണ എനിക്കുണ്ട്. അവൻ നബിതങ്ങൾ ആ കയ്യിൽ ഊതി തുപ്പിയിട്ട് ഊതി മന്ത്രിക്കുകയും ചെയ്തു. കൈ ശരിയായി. ഇതാര് പറഞ്ഞത്? അഖ്റജുൽ ഇമാം അബൂബക്കർ ബൈഹഖി ഫി ദലായിലി കദാലിക. ഇമാം അബൂബക്കർ ബൈഹഖി തങ്ങൾ ദലായിൽ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. വദക്കറായതൻ വീണ്ടും ഇവര് പറയാ, മിൻ ഹദീസ് മുഹമ്മദ് ഹാത്തിബ് തങ്ങൾ അൻ നബി അൻ ഉമ്മി ജമീൽ ഉമ്മി മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നമ്മുടെ ഉമ്മയുടെ ഉമ്മ ജമീൽ കാലത്ത് മഹദി പറയാ, അക്ബൽതു ബിക മിൻ അർദിൽ ഹബശ എത്യോപ്യൻ ഭൂമിയിൽ നിന്ന് നിന്നെയും കൂട്ടി ഞാൻ പോയി. മുന്നിട്ട് പോയി. അത്താ ഇതാ കൊന്തുമിന മദീന ബിലൈലത്തിൽ ഔ ലൈലത്തൈൻ രണ്ടോ ഒന്നോ രാത്രി മദീന വഴി ഞാൻ അടുത്തു. അയാൾ തബഖ്തുലക തബീഖൻ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി പുഴുകി തരുന്നു. അപ്പൊ പല ഹത്തബ് വറകാൻ കഴിഞ്ഞു. വറകും തേടി ഞാൻ പോയതാ. അങ്ങനെ തനാവൽത്തൽ ഖിദറ അപ്പോ അടുപ്പത്തൊരു ചട്ടി നീ എടുത്തു. പങ്കഭാഗത്ത് അല്ലാതെ ഇറായിക്ക അങ്ങനെ നിന്റെ മുയം കയ്യിലെ മേൽക്കൂടെ ചട്ടി മറിഞ്ഞ് ബുദ്ധിമുട്ടായി, മുറിയാക്കി, പൊള്ളിയായ. അപ്പൊ കദിംതുൽ മദീനത്ത അങ്ങനെ മദീനയിലേക്ക് ഞാൻ മുന്നിട്ടു. അപ്പൊ അത്തയ്തു ബിക്കൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെയും കൂട്ടി നബിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അപ്പോഴത്തെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ ആദാ മുഹമ്മദ് ബിൻ ഹാത്തിബ് ഇത് മുഹമ്മദ് ബിൻ ഹാത്തിബ് ആണല്ലോ. ഓഹോ അവരവൻ സുമ്മിയ ബിക്ക
നിന്നെക്കൊണ്ട് ആദ്യമായി പേര് വിളിക്കപ്പെട്ട ആളാണ് മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്ന് വിളിച്ചത്. മസഹനാറിൽ ബറക്ക, അങ്ങനെ നിന്റെ തലയിൽ കൈ വെച്ച് നബി തങ്ങൾ ബർക്കത്തോട് കയറുന്നു. സുമ്മ തഫലഫി ഫീക്ക, പിന്നെ നിന്റെ വായിലും തുപ്പി. തുഫിലു അലായതക്ക, എന്നിട്ട് എന്താണെന്നറിയാമോ? ആ തുപ്പിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ കൈ കൂടെ ഇങ്ങനെ ആക്കി. ഓയക്കൂലു, ഇത് കൈ തുപ്പുനീർ കൈമാക്കുമ്പോ നബി പറയുന്നുണ്ട്, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുആദിറു സഖമ. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുആദിറു സഖമ എന്ന് മന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. കാല ഞാൻ പറയാം, ഫമാ ഖുംതു ബിക മിൻ ഇൻദി, അങ്ങനെ പറയാണ് ഉമ്മ പറയാണ്, നബിന്റെ അടുത്തും നിന്നെയും കൂട്ടിയാൻ എണ്ണീറ്റിട്ടില്ല. അത്താബരി അത്തിയെടുക്കാം, നിന്റെ കൈ സുഖമാകുന്നവരെ. അപ്പൊ പോന്നപ്പത്തിന് ആ കൈ അപ്പൊ തന്നെ സുഖമായി. അത്രത്തോളം നിനക്ക് സുഖം കിട്ടിയിട്ടുണ്ട് ആ കൈയുണ്ട് എന്നാണ്. ഇതാണ് നബിന്റെ തുപ്പുന്നതിന്റെ ബർക്കത്ത്. ദക്കറൽ ഹാഫിദു അബുൽ ഫറജ് അബ്ദുറഹ്മാൻ ബിൻ അലിയിൽ വായെന്ന് ആല മഹാൻ പറയാ, കാര ഹുമാദിയുൻ ഖറജദി ബിയദി ഉയൂൻ പന്തബഖത്ത് യദു അജ്മൽ അതിബ വലാ ഖതീബ. ഹുമാദി എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ കയ്യില് എന്തോ കുറെ കുരുണ്ടായി. അതുണ്ടായി കൈ ഇങ്ങനെ വീർത്തു വന്നു. ഡോക്ടർമാരെല്ലാവരും കൈ മുറിച്ച് കളയണം എന്ന് പറഞ്ഞു. കാല ഈ ഹുമാദി എന്നവര് പറയാ, വിത്തു തിൽക്കൽ ലൈലത്ത അനസ്തത്തി, അങ്ങനെ വീടിന്റെ മുകളിൽ ഞാൻ ആ രാത്രി കടന്നു. കൊൽത്തുന്നിട്ട് ഞാൻ പറയാണ്, യാ സാഹിബ് ഹാദൽ മുൽക്കില്ലതി ലാ യംബഗി വൈരിഹി ഹബിലി ഷൈഅൻ ബിലാ ഷൈഇൻ എന്ന് പറഞ്ഞു. ഈ കാണുന്ന സാധനത്തിന്റെ ഉടമയായ അള്ളാഹുവേ, മറ്റൊരാൾക്ക് യോജിച്ചതല്ല ഇത്, നിനക്ക് മാത്രം ഉണ്ടാകും. അതുകൊണ്ട് നീ എനിക്ക് ഒരു വസ്തു കൊണ്ടൊന്നുമില്ലാതെ, ഒരു വസ്തുവില്ല, ഒരു വസ്തു നൽകിക്കൊണ്ടായിരുന്നു, എന്തൊരു പരിഹാരം കാണിച്ചുണ്ടാന്ന് പറഞ്ഞു. ഫനിംതു, ഞാനങ്ങനെ ഉറങ്ങി. റായിത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, സ്വപ്നത്തിൽ നബി ഞാൻ കാണുകയും ചെയ്തു. ഫഖുൽതു യാ റസൂലല്ലാഹ് ഉൻദുർ ഇലാ യദി, അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ എന്റെ കൈയൊന്ന് നോക്കാണെന്ന് പറഞ്ഞു. എന്റെ കയ്യിലേക്ക് നോക്ക് നബി എന്ന് പറഞ്ഞപ്പോ വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ പറയാ, സ്വപ്നത്തിലാണ് മുത്ത കൈ നീട്ടുക. ആ മദത്തുക കയ്യെ നീട്ടിക്കൊടുത്തു. അമറ ബിയദിഹിൽ കരീമ അലൈഹ, അപ്പൊ അവിടുത്തെ പുണ്യമായിരിക്കുന്ന കരം എന്റെ ആ കയ്യിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടത്തി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദാ മുടക്കി മുടക്കി നടത്തി. എന്നിട്ട് വക്കാല നബി പറഞ്ഞു, എണീക്ക് പറഞ്ഞു. കുംതു, അങ്ങനെ ഞാൻ എണീറ്റു. വഖദ് ആദല്ലാഹു യദീബി ബറക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തോടെ കയ്യിൽ അല്ലാഹു തആല മടക്കി തിരിച്ചു തന്നോളാം, സുഖമാക്കി തന്നോളാം. നീ ഹോ യശ്മുഹാദികൾ നിക്കായ, ഈ പറഞ്ഞ ഉദ്ധരണിയോട് സാദൃശ്യമായിട്ട് വരും. ആ സാഹദിനാഹു മിന സയ്യിദി ഷരീഫ് ഖാസിബിന് സയ്യിദിന് ജാബിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മഹാൻ ഞങ്ങൾ കണ്ടത് ഇതിനോട് സാദൃശ്യമാണ്. ഫക്കാനമിനൽ മുജ്തഹിദീന, മഹാൻ അവർ നല്ല അധ്വാനിയായിരുന്നു. കാല മഹാൻ പറയാണ്, അദ്ദേഹത്തിന്റെ ഗവേഷകനായിരുന്നു അർത്ഥം. ഇങ്കസറത്ത് എതിൽ യുസ്ര, ഇടത് കൈ പൊട്ടിപ്പോയി. വൻഖലത്ത് എതിൽ യുംന, വലത്തെ കൈ ആണെങ്കിൽ അത് കൊഴിഞ്ഞാടി, അത്രത്തോളം സ്ലിപ്പായി. പറാനിഹുമ വൽ അസറു ഫീഹിമ ബയ്യിനും, രണ്ട് കൈയിലും ഞാൻ കണ്ടു, രണ്ട് കൈയിലും അതിന്റെ അടയാളം വ്യക്തമായി കാണാൻ കഴിയും. ഒന്ന് പൊട്ടിയതും ഒന്ന് കുഴഞ്ഞതുമായി. കാലം മഹാൻ പറയാണ്, യദായ മുഅല്ലഖത്താനി ഫീ ഉനഖി ശഹറൻ കാമിലൻ ഫീ സമനിൽ മർദ് ഫകുന്തു ലാ അസ്തതിഉ നൗമ, തണുപ്പുകാലത്ത് പരിപൂർണമായിട്ടൊരു മാസം എന്റെ രണ്ട് കയ്യിന് പെരടിക്ക് കൊളത്തി വെച്ച് ഞാൻ അങ്ങനെ കടന്നു. പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ലൊരു മാസമായിട്ട്. അങ്ങനെ ഇൻസു ലൈലത്തൻ, ഒരു രാത്രി ഉറങ്ങി. റായിത്തു സലാസ റിജാലി, 3 ആൾക്കാരെ ഞാൻ കണ്ടു. വസഅൽതു മുഖദ്ദമഹും, അവിടെ മുൻഭാഗത്തിന്റെ മുന്നിൽ ആൾക്കാരെ ഞാൻ ചോദിച്ചു ആരാണ്. കാല, അപ്പൊ പറയാണ്, അന അബൂബക്കർ വഹാദ ഉമർ വഹാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അബൂബക്കറാണ്, ഇത് ഉമറാണ്, ഇത് നബിയാണ്. ഇങ്ങനെ 3 ആളെ ഞാൻ സ്വപ്നം കണ്ടു. ഫലമ്മാ റായിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ആ കൂട്ടത്തിൽ നബിനെ കണ്ടപ്പോ ഞാൻ അതിവേഗത്തിൽ നബിനടുത്തേക്ക് ചെന്നു. ഒലഹക്കനി മുക്കാവും ഷദീദ്, അതിശക്തമായ കരച്ചിലെനിക്ക് വന്നു. ഞാൻ കരഞ്ഞു.
എന്നിട്ട് കൊത്തു യാ റസൂലല്ലാഹ് മാ തറ ഹാലി, എന്റെ അവസ്ഥ അങ്ങ് കാണുന്നില്ല നബി എന്ന് ഞാൻ പറയും ചെയ്തു. അങ്ങനെ അമർന്ന യദുൽ കരീമത്ത അലൈഹ, എന്റെ പൊട്ടിയ കയ്യിനെ നബി പിടിച്ചു. അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കയ്യിനെ ആ പൊട്ടിയ കയ്യിനെ മുകളിൽ ഇങ്ങനെ നടത്തി. ഒരു വക്കാലി എന്നോട് പറഞ്ഞു, പുലി ജൈത്ത വദ്ദഹിത്ത്, ഇത് ജൈത്തണ്ണ കഴിച്ചോ, ജൈത്തണ്ണ കൊണ്ട് പൂശും ചെയ്തോ എന്ന് പറഞ്ഞു. അത് ചികിത്സയും പറഞ്ഞു. അങ്ങനെ കൊത്തു യാ റസൂലല്ലാഹ്, അപ്പൊ നബിനോട് ഞാൻ പറഞ്ഞു, നബിയെ മാതറാമാനബി, എന്റെ അവസ്ഥ ഇതാണല്ലോ, അത് കാണുന്നുണ്ടല്ലോ. അപ്പൊ റഫായതുമായി അങ്ങനെ മാനവലോകത്തേക്ക് കൈ ഉയർത്തി, വേപ്പെട്ട് കൈ ഉയർത്തി. എന്നിട്ട് വക്കാല പറഞ്ഞു, തവസ്സൽ ബി ആലി വെയ്ത്തി, നീ ചെയ്യേണ്ട പണി. അപ്പൊ നബി കൈ ഉയർത്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഉയർത്തി പറഞ്ഞ്, നീ എന്നെ കൊണ്ട് ഇട തേടിക്കോ, എന്റെ അഖില വെയ്ത്തിനെ കൊണ്ടും ഇട തേടിക്കോ, സംഗതി വിജയിക്കുന്നതാണ്. അതുപോലെ പലമ്മ അസ്മാക്കും, ഞാൻ നേരം പുലർന്നു, സ്വപ്നത്തിലൊക്കെ നടക്കുന്നത്, അപ്പൊ ചികിത്സ നടക്കുമല്ലോ. ഞാൻ നേരം പുലർന്നപ്പോ നിലർത്തിയില്ല എതയ്യ, എന്റെ രണ്ട് കൈയിലേക്ക് നോക്കി. ഒക്കാന അലിഹിമൽ ജിബാർ, രണ്ട് കൈയും എന്തില്ല അലക് കാണാനല്ല, വെച്ച് കെട്ടിയ അലകുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കലായത്തു അത് ഞാൻ പിടിച്ച് കുറച്ചെടുത്തു. പ്രോജക്റ്റ് ഭാവി ആഫീഹിൻ വർക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഒരു കുഴപ്പമല്ല, അലകും വേണ്ട ഒന്നും വേണ്ട, കൈ രണ്ട് സുഖമായിട്ട് എനിക്ക് കിട്ടി. വദ്ദഹൻ തുൽ ജൈത്തി ഇംതിസാലി അംബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ട് വെയ്ത്തമ്മ സ്വയംഭായി ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വപ്നത്തിലൂടെ നബി തങ്ങളുടെ നിർദ്ദേശങ്ങൾ ചികിത്സിക്കാറുള്ളത് അതിന് ഫലവത്തായിട്ടുമുണ്ട്. ഈ മറ്റൊരു സംഭവം, അഖ്ബർനാ ബിൽ ഹസൻ അലി ഇബ്നു മഹ്മൂദുൽ സൂഫി എന്ന് പറയുന്ന ആള് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പോന്നിട്ട് പിന്നെ ഉമ്മു ആസിം എന്ന് പറഞ്ഞ ഇമ്രാത്ത് ഉത്ബത്ത് ബിൻ ഫർഖൽ സലമി, ഉത്ബത്തിന്റെ ഭാര്യയായ ആസിമിന്റെ ഉമ്മയായ ആളാണ്. മഹദി പറയാ കുന്ന ഇന്ത ഉത്ബ അർബ ഇസ്ബ. അപ്പൊ ഉത്ബന്റെ ഭാര്യ പറയാണ്, ഉത്ബന്റെ അടുക്ക 4 പെണ്ണുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ. അമാമിന്ന മൃത്തുൻ ഇല്ലാ വഹിയ തജ്തഹിദു ഫി തയ്യിബ്, ഓരോ പെണ്ണുങ്ങളും നല്ല സുഗന്ധം പൂശുന്ന പണിയാണ്, നല്ല സുഗന്ധത്തിലായി. എന്തിനാണ് മത്സരിക്കണം? 4 ഈ തെക്കൂന അത്തിയവും സാഹിബത്തിക, മറ്റേ ചക്കോത്തിയേക്കാളും എനിക്ക് വേണം നല്ല സുഗന്ധം എന്ന് പറഞ്ഞില്ല, ആ സുഗന്ധം പൂശൽ മത്സരിച്ചിട്ടാണ്. മമായമസു ഉത്ബ റളിയല്ലാഹു അൻഹു അത്തീബ, ഉത്ബ തങ്ങളാണെങ്കിലോ സുഗന്ധം പൂശലേ തൊണ്ണൂല്ല. ഇല്ല അയ്യമസ്ത ദുഹുരൻ, എണ്ണ തൊടുകയല്ലാതെ ഇല്ല. എന്നിട്ട് പോയി എംസബിലഹിയത്ത, താടി എന്താവും ആ എണ്ണ കൊണ്ട് പൂശും. ഇത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. വലഹുവാത്യവും ഇല്ല, ഈ എണ്ണ പൂശിയെന്ന് ഉത്ബ ഞങ്ങൾ സുഗന്ധം എത്ര ഉന്നതമായ സുഗന്ധം പൂശിയാലും അതിനേക്കാൾ പരിമളമാണ് ആരുടേത്? ഞങ്ങളുടെ ഭർത്താവായ ഉത്ബയുടെ വാസന എന്ന് പറഞ്ഞു. അങ്ങനെ വാക്കാണ് ഇതാ ഹറജ ഇലൻ നാസി, ഉത്ബ ജനങ്ങളെ കൊള്ള പുറപ്പെട്ടു കഴിഞ്ഞാൽ ആലുവലൊക്കെ പറയും, മാ ഷമിംനാരീഹൻ അത്തുയമിൻ്റെയും ഉത്ബ, ഉത്ബ പൂശിയത് വല്ലാത്തൊരു വാസനയാണ്, അതിനേക്കാൾ സുഗന്ധം ഒരു വാസന ഞങ്ങൾ ശ്വസിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമായിരുന്നു. അത്രത്തോളം വലിയ സുഗന്ധമായിരുന്നു പൂശിയിരുന്നത്. യോമൻ, അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ എന്റെ ഭർത്താവല്ലേ ഒരു ദിവസം ചോദിച്ചു, പറഞ്ഞു, ഇന്ന നജിത്തൈബി, സുഗന്ധത്തിന്റെ കാര്യം ഞങ്ങൾ നല്ലോണം അധ്വാനിക്കുന്ന 4 ആളും, ഒലാംതാത്തിയവ് രീഹം മിന്ന പമിമ്മതാരിക്കാണ്, നിങ്ങളാണെങ്കിലോ ഞങ്ങളെക്കാൾ നല്ല പരിമളം അടിച്ചു വീശണം, അപ്പൊ ഞങ്ങൾ പരിമളം ഒന്നും ഇല്ലാതെ ആകണം. പമിമ്മതാരിക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു ചോദിച്ചു. കാല റിപ്പോർട്ടുകൾ പറയാണ്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ എന്റെ തൊലിയിൽ, കൈപ്പടിയിൽ ഒരു തൊലിയിൽ രോഗം പിടിപെട്ടു. ഫാത്തയത്തു, അങ്ങനെ നബിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. സക്കൗത്ത് ദാലിക്കലിഹി, നബിനോട് ഞാൻ എന്തായി, അപ്പോ ഈ അന്യായം പറഞ്ഞു. അപ്പൊ അമറനി, അപ്പൊ നബി എന്നോട് ആജ്ഞാപിച്ചത് അൻ അതജറദ ഫതജറത്തു വഖഅത്തു ബൈന യദൈഹി വഅൽഖൈതു തൗബി അലാ ഫർജി, എന്നോട് എല്ലാം തുണിക്ക് കഴിച്ചിട്ട് തനിച്ചിരിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇരുന്നു നബിന്റെ മുന്നിൽ, എന്റെ ലിംഗൊക്കെ ഞാൻ മറിച്ചു, ആകെ കഴിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്റെ വസ്ത്രം ഞാൻ എന്താക്കി എന്റെ മുഖ്യഭാഗത്ത് വെച്ചു, അവർത്ത് കാണൂല, ആ രീതിയിൽ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ നഫസഫിയദിഹി, നബി എന്റെ കയ്യിൽ അങ്ങോട്ട് ഊതി. തുമ്മ മസാലഹരി, എന്റെ മുതുക് തടഞ്ഞു. അപ്പൊ ബത്തിനി ബിയദി, അവിടുത്തെ പുണ്യകരം കൊണ്ട് വേറും ഉള്ളും പുറമൊക്കെ തടഞ്ഞു. അപ്പൊ അബക്ക ബിയാദത്ത്,
നീയോമെഴുതും. അന്ന് തുടങ്ങിയതാണ് അവിടുത്തെ ആ തിരുകരം പതിഞ്ഞല്ലോ, എന്നെ സ്പർശിച്ചല്ലോ, അന്ന് തുടങ്ങിയതാണ് ആ തീവിന്റെ പരിമളം അടിച്ചു വീശലെന്നിൽ. നോക്കൂ, വല്ലാത്ത മഹാത്ഭുത നബിന്റെ പരിമളം. കാല തുബറാനിയോ, തുബറാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്, ലം യർവിഹി അൻ വരഖാൻ, വറഖാനെ തൊട്ട് ഇത് ആദം എന്ന് പറയുന്ന ആളല്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വറവാഹു ജമാഅത്ത് അൻ ഹുസൈൻ, ഹുസൈൻ എന്നവരെ തൊട്ടൊരു സംഘം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ തെളിവിനൊക്കെ പറ്റും, കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇത് മനസ്സിലായത്? റസൂലുള്ളാഹിനോട് തവസ്സുൽ ചെയ്ത് മനസ്സിലായത് ഉത്ബ. അങ്ങനെ ഉത്ബന്റെ കയ്യിൽ ഇങ്ങനെ അപകടമൊക്കെ സംഭവിച്ചു. അന്ന് തുടങ്ങിയ ആ മണം ഇന്നുമുണ്ടെന്നും കൈ സുഖമായ കഥയാണ് പറഞ്ഞത്.